ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു വെളുത്ത റോസ്, പക്ഷേ അതിനൊരു പൂവിൻ്റെ ഭംഗി മാത്രമല്ല, ഒരു ചരിത്രവും ഒരു സന്ദേശവും ഒരു വ്യക്തിത്വവും ഉണ്ട്. ലോകത്തിൽ ഏറ്റവും മനോഹരമായ വൈറ്റ് റോസുകളിൽ ഒന്നായ പോപ്പ് ജോൺ പോൾ സെക്കൻഡ് റോസിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 2006 പ്രശസ്ത അമേരിക്കൻ റോസ് ബ്രീഡറായ ഡോക്ടർ കെയ്ത്ത് വില്യംസാരിയാണ് കേട്ടോ ഈ അതുല്യമായ റോസ് വികസിപ്പിച്ചെടുത്തത്. തുടർന്ന് ലോകപ്രശസ്ത റോസ് കമ്പനിയായ ജാക്സൺ ആൻഡ് പെർക്കിൻസ് 2008 ഈ റോസിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഏകദേശം 4 മുതൽ 5 ഇഞ്ച് വരെ വ്യാസമുള്ള 45 മുതൽ 50 വരെ ഇതളുകളുള്ള ശുദ്ധമായ വെളുത്ത പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. പൂ വിരിയുമ്പോൾ പരക്കുന്ന ശക്തമായ ഫ്രഷ് സിട്രസ് സുഗന്ധം ഇതിനെ ലോകത്തിലെ ഏറ്റവും സുഗന്ധമുള്ള വൈറ്റ് റോസുകളിൽ ഒന്നാക്കി മാറ്റുന്നു. മികച്ച രോഗപ്രതിരോധ ശേഷിയും തുടർച്ചയായി പൂക്കാനുള്ള കഴിവും നീളമുള്ള ഉറച്ച തണ്ടുകളും ഇതിനെ കട്ടിംഗ് റോസായും ഗാർഡൻ റോസായും ഒരുപോലെ പ്രിയമാക്കുന്നു. 2010 ഓസ്ട്രേലിയയിലെ നാഷണൽ റോസ് ട്രയൽ ഗാർഡനിൽ നടന്ന പരീക്ഷണങ്ങളിൽ ഗോൾഡ് മെഡൽ, ബെസ്റ്റ് ഹൈബ്രിഡ് ടീ റോസ് കൂടാതെ മോസ്റ്റ് ഫ്രാഗ്രന്റ് റോസ് ഓഫ് ദ ട്രയൽ എന്നീ പ്രധാന ബഹുമതികൾ ഈ റോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനു മുമ്പും ശേഷവും സുഗന്ധം, പൂവിൻ്റെ ആകൃതി, വളർച്ചയുടെ ശക്തി, മികച്ച ഗാർഡൻ പെർഫോമൻസ് എന്നിവയ്ക്ക് നിരവധി ഇന്റർനാഷണൽ അംഗീകാരങ്ങളും ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പോപ്പ് ജോൺ പോൾ സെക്കൻഡ് എന്ന പേര് ലഭിച്ചതും വളരെ സവിശേഷമായ ഒരു ആദരസൂചകമായിരുന്നു കേട്ടോ. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രതീകമായിരുന്ന പോപ്പ് ജോൺ പോൾ സെക്കൻഡിനെ ആദരിക്കുന്നതിനായി വത്തിക്കാൻ്റെ അംഗീകാരത്തോടെയാണ് ഈ ശുദ്ധ വെളുത്ത റോസിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയത്. പിന്നീട് ഈ റോസ് വത്തിക്കാൻ ഗാർഡനിലും നട്ടുപിടിപ്പിക്കപ്പെട്ടു. നമ്മുടെ മറ്റ് സാധാരണ വൈറ്റ് റോസുകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പൂവിൻ്റെ കളർ ഒരു ഇളം ക്രീം നിറത്തിലേക്കോ മഞ്ഞ നിറത്തിലേക്കോ മാറാറുണ്ടല്ലേ. പക്ഷേ ഈ റോസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഇത് കൊഴിഞ്ഞ് വീഴുന്നത് വരെ അതിൻ്റെ നിർമ്മലമായ നിറമുണ്ടല്ലോ അത് അതുപോലെ കാത്തു സൂക്ഷിക്കും എന്നുള്ളതാണ്. നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടും അത്യാവശ്യം നല്ല വായു സഞ്ചാരവും നല്ല സൂര്യപ്രകാശവും ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ റോസ് വർഷത്തിൽ പല തവണ പൂക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഈ റോസുകളെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് എങ്ങനെ പറയുന്നല്ലേ. ഈ റോസിന്റെ ബ്രീഡർ, ചരിത്രം, സവിശേഷതകൾ, അവാർഡുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനമായും അമേരിക്കൻ റോസ് സൊസൈറ്റി, വേൾഡ് ഫെഡറേഷൻ ഓഫ് റോസ് സൊസൈറ്റീസ് കൂടാതെ ജാക്സൺ ആൻഡ് പെർക്കിൻസ് പ്രസിദ്ധീകരിച്ച വിവരങ്ങളും റോസ് ട്രയൽ രേഖകളും വിശ്വസനീയമായ ഹോർട്ടിക്കൾച്ചർ ഡാറ്റാബേസുകളുടെയും അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഇവയെല്ലാം ഒന്നുകൂട്ടി ലളിതമായ മലയാളത്തിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ റോസ് വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. പുതിയ റോസ് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.